اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. മർക്കസിന്റെ 33ാമത് വാർഷിക 15ാമത് ബിരുദദാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രവാസി സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അഭിവന്ദനായ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ അവർകളെ, ഈ പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള അഭിവന്ദനായ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി അവർകളെ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള മർക്കസിന്റെ മുഖ്യ ശില്പി അഭിവന്ദനായ പണ്ഡിതവര്യനായ എ.പി. അബൂബക്കർ മുസ്ലിയാർ അവർകളെ, ഇവിടെ സംസാരിക്കാനിരിക്കുന്ന മാലി അവർ എസ്റ്റീംഡ് ഗസ്റ്റ് ഉസ്മാൻ ടാഞ്ച, റെസ്പെക്റ്റഡ് അംബാസഡർ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് മാലി, ഇവിടെ ഈ സമ്മേളനത്തിൽ വളരെ പ്രസക്തമായ പ്രഭാഷണം നിർവഹിച്ചിട്ടുള്ള പ്രിയ സ്നേഹിതൻ കെ.ടി. ജലീൽ എം.എൽ.എ, വേദിയിൽ ഒട്ടേറെ പണ്ഡിതന്മാരുണ്ട്. പേരെടുത്ത് പറയാൻ, എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് ബഹുമാനം പ്രകടിപ്പിക്കേണ്ടതാണ്. പക്ഷേ സമയത്തിന്റെ ഈ പരിമിതിയിൽ ധാരാളം പേർ സംസാരിക്കാനുള്ളതുകൊണ്ടും പേര് വിട്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ടും വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെയും മർക്കസിന്റെ സാരഥികളെയും ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും എന്നെ കേൾക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളെയും ആദരപൂർവം അഭിവാദ്യം ചെയ്തുകൊള്ളട്ടെ. മർക്കസു സഖാഫത്തി സുന്നിയ 33ാമത് വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ മഹത്തായ ചരിത്രത്തിലെ ഒരു വർഷം കൂടി കടന്നു പോവുക മാത്രമല്ല, മർക്കസിന്റെ പുരോഗതിയിൽ ഒരു നാഴികക്കല്ലുകൂടി നാട്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അഭിമാനകരമായിട്ടുള്ള ജൈത്രയാത്രയിലെ ഈ നാഴികക്കല്ല് നാട്ടപ്പെടുന്ന ഈ സന്ദർഭത്തിൽ, ഈ മഹാസമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവാസി സംഗമത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. തീർച്ചയായും മർക്കസ് വിദ്യാഭ്യാസം, നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിൽ, പ്രത്യേകിച്ചും ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ച് എന്നാണ് സാധാരണ പറയാറുള്ളത്. പക്ഷെ സമന്വയിപ്പിക്കുക എന്നുള്ളത് ഒരർത്ഥത്തിൽ രണ്ട് മേഖലയിൽ നിലകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ആ രണ്ടിനെയും ഉൾക്കൊണ്ടുകൊണ്ട് മർക്കസ് തെളിയിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ സ്ഥാപനത്തിനും അതിനെ കെട്ടിപ്പടുത്തവർക്കുമെല്ലാം അഭിമാനകരമാണ് 33 എന്ന് പറയുന്ന ഈ വർഷം. 33 എന്ന സംഖ്യക്കും ഞാൻ പറയാതെ വളരെ പ്രത്യേകമായ പ്രാധാന്യമുള്ളത് ഈ മഹത്തായ സദസ്സിലുള്ള എൻ്റെ സഹോദരങ്ങൾക്കറിയാം. 33ലാണ് പല പ്രധാനപ്പെട്ട സംഗതികളും, പ്രത്യേകിച്ച് തസ്ബീഹുകളോ മറ്റു സംഗതികളോ എല്ലാം ചൊല്ലാനും എല്ലാം നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 33ാമത്തെ വർഷത്തെ സമ്മേളനം എന്ന് പറയുമ്പോൾ ആ സംഖ്യ കൊണ്ട് തന്നെ അത് വളരെ പ്രത്യേകത ആർജിച്ചിരിക്കുന്നു, പ്രാധാന്യം ആർജിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലും സന്തോഷമുണ്ട്. മർക്കസ് നടത്തിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് ആത്മീയത വളരെ ശോഷിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ആത്മീയമായിട്ടുള്ള വിജ്ഞാനത്തിന്റെ പ്രാധാന്യം ഊന്നിക്കാട്ടി എന്നുള്ളതാണ്. അതിന്റെ വളരെ പ്രാധാന്യം ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചിരിക്കുന്നു. മനുഷ്യർക്കിടയിൽ പല രീതിയിലുള്ള ധാർമ്മികമായ ക്ഷീണങ്ങളും ബലജയങ്ങളും ആഗോളതലത്തിൽ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വെറും ഭൗതികമായ ഒരു കാഴ്ചപ്പാടുകൊണ്ട് മാനവ സമൂഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നുള്ളത് അനുദിനം കൂടുതൽ വ്യക്തമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സംഗതി, വിദ്യാഭ്യാസ രംഗത്തും മനുഷ്യന് ഒരു ഉൾക്കാഴ്ച ആവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലായാലും മറ്റേത് ഭൗതിക ശാസ്ത്രങ്ങളുടെ, ഭൗതിക വിജ്ഞാനീയങ്ങളുടെ മേഖലകളിൽ ആയിരുന്നാലും
അവിടെയൊക്കെ മനുഷ്യനെ വഴി കാണിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പിൻബലം ആവശ്യമാണ്. അവന് ദിശാബോധം നൽകാൻ, അവന് വെളിച്ചം കാട്ടാൻ ആത്മീയമായ ഒരു മാർഗദർശനം ആവശ്യമാണ്. ആ ആത്മീയമായ മാർഗദർശനം ഇവിടെ നൽകുക വഴി ഏറ്റവും വലിയ ഒരു സേവനമാണ് മർക്കസു സഖാഫത്തി സുന്നിയ നിർവഹിച്ചിട്ടുള്ളത്. 33 വർഷത്തെ അതിന്റെ ചരിത്രത്തിൽ ധാരാളം സ്ഥാപനങ്ങൾ ഈ ക്യാമ്പസിൽ ഉയർന്നു വന്നിരിക്കുന്നു. എത്രയോ സ്ഥാപനങ്ങൾ, വിവിധങ്ങളായ വിജ്ഞാന ശാഖകളുമായിട്ട് ബന്ധപ്പെട്ട വളരെ വലിയ സ്ഥാപനങ്ങൾ. ഇത് നാടിന്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും പ്രധാനമാണ്, ന്യൂനപക്ഷ സമൂഹത്തിന്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. ഇന്ത്യയിലെ പ്രബലമായ ന്യൂനപക്ഷ സമൂഹമാണ് മുസ്ലിങ്ങൾ. അവർ ഈ രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. ആ പങ്ക് തുടർന്നും നടത്തേണ്ടവരുമാണ്. മറ്റു സമുദായങ്ങളോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട്, മറ്റു സമുദായങ്ങളോട് തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അഭിമാനകരമായ അസ്തിത്വവും ആ രാജ്യത്തിന്റെ ഐക്യവും അതിന്റെ അഭ്യുന്നതിയും കാത്തുസൂക്ഷിച്ചുകൊണ്ട്, ഇത് രണ്ടും രണ്ടല്ല, സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും രാഷ്ട്രധർമ്മവും രണ്ടും രണ്ടല്ല, രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് തെളിയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള യുവാക്കളെ വാർത്തെടുക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യം. അതിവിടെ നിർവഹിക്കപ്പെടുകയാണ്. കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള പൂർവ്വസൂരികളായിട്ടുള്ള ആത്മീയ വ്യക്തിത്വങ്ങൾ, അതാണ് ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന. അവർ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ചവരാണ്. അവർ മനുഷ്യത്വത്തിന് ഏറ്റവും വലിയ വില കൽപ്പിച്ചവരാണ്. അവർ ആത്മീയവും നൈതികവുമായ മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്തവരാണ്. ഇന്ത്യ രാജ്യം 1000 വർഷങ്ങളോളം മുസ്ലിങ്ങളുടെ സാന്നിധ്യമുണ്ടായി. അതിൽ കൃത്യമായി പറഞ്ഞാൽ 800 വർഷത്തോളം അവർ ഈ രാജ്യം ഭരിച്ചു. ഈ 800 വർഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു വർഗീയ ലഹളയും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കാലഘട്ടമാണ് ഈ 800 വർഷം എന്നുള്ളതാണ്. അത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായിരിക്കുന്നു. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വർഗീയ ലഹളയും ആ 800 കൊല്ലക്കാലം ഈ രാജ്യത്തുണ്ടായിട്ടില്ല. വിവിധങ്ങളായിട്ടുള്ള മുസ്ലിം രാജവംശങ്ങളാണ് ഇവിടെ ഭരിച്ചത്. പിന്നെ എന്താണ് ഈ 800 കൊല്ലത്തിന്റെ നേട്ടം? മർക്കസിന്റെ മുറ്റത്ത് ഇന്ന് നാം എത്രയോ വർഷങ്ങൾക്ക് ശേഷം സമ്മേളിച്ച്, എത്രയോ മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം തന്നെ 33 കൊല്ലം, എത്രയോ തലമുറകൾ ഇവിടെ നിന്ന് സനത് വാങ്ങി പിരിഞ്ഞുപോയി. ഇനിയും എത്രയോ തലമുറകൾ ഇൻഷാ അല്ലാഹ് ഈ മണിമുറ്റത്ത് നിന്ന് ബിരുദങ്ങൾ സ്വീകരിച്ച് പുറത്തു പോകാനിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു മഹാസ്ഥാപനത്തിന്റെ മുറ്റത്ത് വെച്ച് ഇന്ത്യയുടെ ഈ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കും. ഈ 800 കൊല്ലം നടന്നത് മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളാണ്. ഈ 1000 കൊല്ലത്തെ മാനവികമായിട്ടുള്ള മൂല്യങ്ങളുടെ പരിപോഷണമാണ്. ദേശീയോത്ഗ്രഥന, ഇന്ന് പിന്നീട് ആധുനിക ഭാഷയിൽ ദേശീയോത്ഗ്രഥനം എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന്റെ ഐക്യത്തെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ 1000 കൊല്ലത്തെ സംഭാവനകൾ എന്ന് പറയുന്നത് എല്ലാ രംഗത്തും പടർന്നു നിൽക്കുകയാണ്. ഭാഷാരംഗത്ത്, സാഹിത്യരംഗത്ത്, അറിവിന്റെ മേഖലയിൽ, ഉടുപ്പ്, ആഹാരം, ഒരു രംഗവും അതിൽ നിന്ന് വേർതിരിക്കാൻ സാധിക്കാത്ത വിധം എല്ലാ രംഗത്തും ആ സംഭാവനകൾ വ്യാപകമായിട്ട് കാണാൻ സാധിക്കും. ഭക്ഷണ സാധനത്തിലേക്ക് കടന്നാൽ ബിരിയാണി, വേഷവിധാനങ്ങളിലേക്ക് കടന്നാൽ പൈജാമ ഷെർവാനി, ഭാഷയിലേക്ക് കടന്നാൽ ഉറുദുവിന്റെ ജന്മം, എല്ലാ രംഗത്തും അതിന്റെ സ്വാധീനം കാണുവാൻ സാധിക്കുന്നു. അത് ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തി. ഇന്ത്യ ബഹുസ്വരതയ്ക്ക് പേരുകേട്ട രാജ്യമാണ്. ആ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള വിദ്യാഭ്യാസമാണ് മർക്കസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ബഹുസ്വരതയുടെ പരിപോഷണത്തിനുള്ള വിദ്യാഭ്യാസം നൽകുമ്പോഴാണ് ആത്മീയ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുപോലെ ആവശ്യമാണ് എന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നത്. അത് വളരെ സൗമ്യരായിട്ടുള്ള മനുഷ്യരെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസമാണ്. മഹ്മൂദ് ഗസനവി ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം യുദ്ധത്തിൽ ജയിച്ച് അദ്ദേഹം കൊണ്ടുവന്ന ഗനീമത്തിന്റെ മുതല് അന്നത്തെ ഖാദിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഇന്ത്യയിലുണ്ടായിരുന്ന ഖാദിയുടെ മുമ്പിൽ ഗസനവി വംശം ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു, പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് നിങ്ങൾ കൊണ്ടുവന്ന ഈ മുതല് എനിക്ക് ഹലാലാകുമോ എന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാനിതിനെ തിരസ്കരിക്കുകയാണ് എന്ന് രാജ്യം ഭരിക്കുന്ന മുസ്ലിം രാജാവിനോട് ഇന്ത്യയിൽ അന്നത്തെ ഒരു മുസ്ലിം പണ്ഡിതൻ, ഒരാത്മീയ തേജസ്വി വ്യക്തമായി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുകയുണ്ടായി. ഇതാണ് ഇന്ത്യയിലെ പണ്ഡിതന്മാരുടെ പാരമ്പര്യം.
ആ പാരമ്പര്യം എന്ന് പറയുന്നത് എന്നും മനുഷ്യത്വത്തോടൊപ്പം നീങ്ങിയിട്ടുള്ള പാരമ്പര്യമാണ്. വർഗീയതക്കോ ഭീകരമായ പ്രവർത്തനങ്ങൾക്കോ ഒന്നുമല്ല അതിൽ സ്വാധീനമുള്ളത്. സ്നേഹമാണ്, വിശാലമായ സ്നേഹമാണ്. യഖീൻ മഹ്കം, അടിയുറച്ച വിശ്വാസം. അമൽ പൈഹം, നിരന്തരമായ കഠിനാധ്വാനം. മൊഹബ്ബത്ത് ഫാത്തിഹെ ആലം, ലോകത്തെ മുഴുവൻ ജയിച്ചടക്കുന്ന സ്നേഹം. ജിഹാദ് സിന്ദഗാനി മേ യഹേ മർദോം കി ശംശീറേ, ജീവിതത്തിന്റെ സമരാങ്കണത്തിൽ ഇതാണ് ആണുങ്ങളുടെ ആയുധങ്ങൾ. ഇതാണ് ആണുങ്ങളുടെ ആയുധങ്ങൾ. ആണുങ്ങളുടെ ആയുധം അടിയുറച്ച വിശ്വാസമാണ്, യഖീൻ. ഇന്നിതാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ യഖീൻ ചെറുപ്പക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കണം. വെറും ഈമാനല്ല, അല്ലദീനഹും യൂഖിനൂൻ, അടിയുറച്ച് വിശ്വസിക്കുന്ന നല്ല ഉറച്ച വിശ്വാസം. അത് യുവാക്കളുടെ മനസ്സിൽ വാർത്തെടുക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ആത്മീയമായ മൂല്യങ്ങളും നൈതിക മൂല്യങ്ങളുമില്ലാതെ മനുഷ്യന് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കേണ്ട കാലമാണ്. ഉത്തരേന്ത്യയിൽ ഒരു മുസ്ലിം തേജസ്വി ജീവിച്ചിരുന്നു. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. സമയപരിമിതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഉത്തരേന്ത്യയിൽ ഒരു പണ്ഡിത തേജസ്വി ജീവിച്ചിരുന്നു. അദ്ദേഹം അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഉടൻ തന്നെ ചോദിക്കും, ഇക്ബാൽ. അദ്ദേഹത്തിന്റെ സേവകന്റെ പേര് ഇക്ബാൽ എന്നായിരുന്നു. ഇക്ബാൽ, എന്താണ് ആ ശബ്ദം കേൾക്കുന്നത്? ഒരു ദിവസം ആ ശബ്ദം കേട്ടപ്പോ, പാത്രം ശബ്ദിക്കുന്നത് കേട്ടപ്പോ അദ്ദേഹം വിളിച്ചു, ഇക്ബാൽ, എന്താണ് അടുക്കളയിൽ നിന്ന് ആ ശബ്ദം? നിങ്ങൾക്ക് അത്താഴത്തിന് വേണ്ടി കരുതി വെച്ച കുറച്ച് ഭക്ഷണ സാധനങ്ങളാണ് എന്ന് സേവകൻ മറുപടി പറയുന്നു. ഇക്ബാൽ, അതെടുത്ത് പുറപ്പെടൂ എന്ന് അദ്ദേഹം പറയുന്നു. ഡൽഹിയിലെ തെരുവുകളിൽ ഉറങ്ങിക്കിടക്കുന്ന പാവങ്ങളായ ആളുകൾ, തണുപ്പിൽ പുതപ്പും മൂടി കിടക്കുന്ന പാവങ്ങളായ ആളുകൾ, അവരേത് മതസ്ഥരാണെന്ന് ഊഹിക്കാവുന്നതാണ്. ഇന്ദ്രപ്രസ്ഥത്തിന്റെ നഗരിയിൽ അവരിൽ അധികം പേരും മുസ്ലിങ്ങളായിരിക്കാൻ സാധ്യതയില്ല. മുസ്ലിങ്ങളും ഉണ്ടാകാം, പക്ഷേ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ മറ്റു മതസ്ഥരോ ആയിട്ടുള്ള ധാരാളം ആളുകൾ, അവരുടെ വായിൽ കൊണ്ടുപോയി അദ്ദേഹം റൊട്ടിയുടെ കഷ്ണം വെച്ചു കൊടുക്കുന്നു. അദ്ദേഹമാണ് നിസാമുദ്ദീൻ ഔലിയ. ആ നിസാമുദ്ദീൻ ഔലിയയെ ഈ രാജ്യം ബഹുമാനിച്ചിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നിസാമുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടുത്തെ റെയിൽവേ സ്റ്റേഷന് പോലും ഹസരത്ത് നിസാമുദ്ദീൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. കോഴിക്കോട്ട് നിന്ന് ഡൽഹിക്ക് പോകാൻ ഒരു മലയാളി ടിക്കറ്റ് എടുക്കുമ്പോൾ ഹസരത്ത് നിസാമുദ്ദീന്റെ പേരിൽ അറിയപ്പെടുന്ന വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ സാധിക്കുന്നു. ഡൽഹിയിൽ മർക്കസുമായി ബന്ധപ്പെട്ട് നിസാമുദ്ദീൻ ഔലിയയുടെ പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം, അവിടുത്തെ സഹോദരങ്ങളുമായി പലപ്പോഴും ബന്ധപ്പെടാൻ എന്റെ പാർലമെന്റ് ജീവിതകാലത്ത് എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പല സമയത്തും അവരിങ്ങോട്ട് വരികയും അവരെ കാണുകയും ബന്ധപ്പെടാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു കൊണ്ടുവരുന്നത്, ഈ ആത്മീയമായിട്ടുള്ള ബോധനം അത് വളരെ ആവശ്യമായ ഒരു കാലത്ത് ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു. വർഗീയവാദികളെയോ തീവ്രവാദികളെയോ ഭീകരവാദികളെയോ ഉൽപ്പാദിപ്പിക്കുന്നത് മതസ്ഥാപനങ്ങളല്ല, മതമില്ലാത്ത സ്ഥാപനങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ സമയമായിരിക്കുന്നു. മതസ്ഥാപനങ്ങളല്ല, മതം കാരുണ്യമാണ്, മതം സ്നേഹമാണ്.